ആമേൻ, ആമേൻ. ദാവീദ് നൃത്തം ചെയ്ത് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ തൻ്റെ ഭാര്യയായ മീഖൾ തന്നെ നിന്ദിച്ച നിന്നാവാചകത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ദാവീദ് പറഞ്ഞ ഇത്ര മാത്രമാണ്: നിന്റെ അപ്പനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ശേഷം കാട്ടിൽ കിടന്ന എന്നെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന എൻ്റെ കർത്താവിനെ ഞാൻ ഇതിലും അധികം സ്തുതിക്കും. ദൈവം നമുക്ക് ചെയ്ത ഏറ്റവും വലിയ നന്മ തൻ്റെ പുത്രനെ തന്നെ നമുക്ക് ഈ ഭൂമിയിലേക്ക് അയച്ച് അതിക്രമങ്ങളിലും പാപത്തിലും മരിച്ചവരായിരുന്ന നമ്മെ അവിടുന്ന് വീണ്ടെടുത്ത് മക്കളെന്ന പദവി നൽകി തന്നു. അതൊരു രാജാവെന്ന പദവിയൊന്നും അതുമായിട്ട് കമ്പയർ ചെയ്യാനൊന്നുമില്ല. മക്കളെന്ന പദവി നൽകി തന്നു. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, ഞാൻ ഇനിയും അധികം ദൈവത്തെ സ്തുതിക്കും. പാട്ടുകാരൻ പറയുന്നത് അതാ, ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്നെ ഉയർത്തിയ ആ സ്നേഹം ഓർക്കുമ്പോൾ ഹല്ലേലൂയ, എനിക്ക് വേറെ ഒന്നും പറയാനില്ല, നന്ദിയാൽ പാടും ഞാൻ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ നാഥ, നീ എന്നെ ഓർക്കുവാൻ എൻ്റെ ഗ്രഹം എന്തുള്ളൂ. ഒന്ന് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഓർത്ത്, നമ്മുടെ പഴയകാല ജീവിതം ഒന്ന് ഓർത്ത്, നാം ഇപ്പോൾ ആരായിരിക്കുന്നുവെന്ന് ഓർത്ത്, നാം ആരാകാൻ പോകുന്നുവെന്ന് ഓർത്ത് കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. എൻ ഗ്രഹമെന്തുള്ളൂ, നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹമെന്തുള്ളൂ. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹമോർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹമോർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹമെന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹമെന്തുള്ളൂ. ഹല്ലേലൂയ. നന്ദിയോടെ കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? അവന്റെ രക്ഷയോർത്ത് അവനൊന്ന് നന്ദി പറയാമോ? ഹല്ലേലൂയ. അവിടുന്ന് നമ്മെ വിടുവിച്ചതോർത്ത്, സ്നേഹിച്ചതോർത്ത്, രക്ഷിച്ചതോർത്ത്, വിലയ്ക്ക് വാങ്ങിയതോർത്ത്, വീണ്ടെടുത്തതോർത്ത് അവിടുത്തെ നാമത്തെ നമുക്കൊന്ന് ഉയർത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, വി പ്രൈസ് ദി ലോർഡ്. നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഞാൻ എന്തുള്ളൂ, എന്റെ ഗ്രഹം എന്തുള്ളൂ, അങ്ങയുടെ കരുണയും കൃപയും മാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ പിതാവേ, ഞങ്ങളുടെ തൃപ്പാദപീഠത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ഞങ്ങളെ അങ്ങ് രക്ഷിപ്പാൻ ഞങ്ങൾ എന്തുള്ളൂ, ഞങ്ങളെ അങ്ങ് ഓർക്കുവാൻ ഞങ്ങൾ എന്തുള്ളൂ. അങ്ങയുടെ കരുണയും വിശ്വസ്തത നിമിത്തം തിരുനാമത്തിൽ ഞങ്ങൾ സ്തോത്രം ചെയ്യും. രാവിലെയും ഇവിടെയായി അങ്ങയുടെ സാന്നിധ്യമുള്ളത് കൊണ്ട് സ്തോത്രം. കർത്താവിൻ്റെ കൃപകൾ ഞങ്ങൾ അനുഭവിക്കട്ടെ. അങ്ങയുടെ ശബ്ദം ഞങ്ങൾ കേൾക്കട്ടെ. കർത്താവ് അങ്ങയുടെ വനത്തിൽ കാണുന്നത് പോലെ അവൻ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. അവൻ തന്റെ ജനത്തെ ശക്തി നൽകി അനുഗ്രഹിക്കും. ബലഹീന അവസ്ഥയിലായിരുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ കൊടുത്ത ശക്തിക്കായി വിടുതലായി സ്തോത്രം. കർത്താവ് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണെന്ന് ഞങ്ങളുടെ മധ്യത്തിൽ സാക്ഷ്യമായി നിർത്തുന്നതിനായി നന്ദി പറയുന്ന കർത്താവേ, അങ്ങയുടെ കൃപ എത്രയോ വലിയതാണ്.
അങ്ങയുടെ ശക്തി എത്രയോ വലിയതാണ്. അങ്ങനെ ഞങ്ങളോട് കാണിക്കുന്ന കരുണ എത്രയോ വലിയതാണ്. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ആത്മാവിന്റെ നിറവിൽ അങ്ങേ സ്തുതിപ്പാൻ, ഞങ്ങളുടെ ആത്മാവിന്റെ നിറവിൽ കർത്താവേ ഞങ്ങളുടെ വചനം ശ്രവിപ്പാൻ, അത് ഏറ്റെടുപ്പാൻ കൃപ തന്നാട്ടെ. ഞങ്ങളുടെ ദാസനെ അതിനായി ബലപ്പെടുത്തണമേ. ഏകാഗ്രതയോടെ തിരുസന്നിധി ഞങ്ങൾ ഇരിക്കട്ടെ. ഞങ്ങളുടെ മുമ്പിൽ അങ്ങയുടെ മേശയുണ്ട്. ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി എന്തായി തീർന്നു, ഞങ്ങളെ എന്താക്കി മാറ്റി. ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. നന്ദിയോടെ അങ്ങേ സ്തുതിപ്പാൻ കൃപ ചെയ്താട്ടെ. പ്രാർത്ഥനയോട് സ്തോത്രം. യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഈ നല്ല കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവദാസന്മാർക്കും വന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പോലെ കർത്താവ് പ്രാർത്ഥനകളുടെ മറുപടി തരുന്ന ദൈവമാണ്. അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. സന്തോഷത്തോടെ സമാധാനത്തോടെ ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്തല്ലോ. ഒരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് ഒരു സങ്കീർത്തന ഭാഗം വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയ ശേഷം ചില ഗാനങ്ങൾ പാടി കർത്താവിനെ സ്തുതിക്കാം. എട്ടാം സങ്കീർത്തനം വാക്യപ്രതി വാക്യമായി വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. Psalm number 8. Let's read it alternatively and the last words together. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. നീ ആകാശത്തിൽ നിന്റെ തേജസ് വച്ചിരിക്കുന്നു. നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. ആടുകളെയും കാളുകളെയും എല്ലാ കാട്ടിലെ മൃഗങ്ങളൊക്കെയും ചേർന്ന് വായിക്കാം. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. തുടങ്ങുന്നതും അവസാനിക്കുന്നതും അതേ കാര്യം പറഞ്ഞുകൊണ്ടാ. കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞാണ് തുടങ്ങുന്നതും അവസാനിക്കുന്നതും. 2 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ അവിടുത്തെ സൃഷ്ടിയെപ്പറ്റിയും പറഞ്ഞിരിക്കുന്നു. എന്നാൽ മനുഷ്യനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി കൈകളുടെ പ്രവൃത്തികൾക്ക് അവനെ അധിപതിയാക്കി എന്നൊക്കെ കാണുമ്പോൾ പാപനിമിത്തം ഇതെല്ലാം മനുഷ്യന് നഷ്ടപ്പെട്ടു. ഈ തകർച്ചകളുടെ നടുവിലും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു നാമമുണ്ട്. ആ നാമത്തെക്കുറിച്ചാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. 1, അവൻ കർത്താവാണ്. 2, അവൻ യഹോവയാണ്. യഹോവ എന്നത് പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതൊരു സ്പെഷ്യൽ റെവലേഷനാണ്. മോശയ്ക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട കർത്താവ്. എന്നാൽ കർത്താവ് എന്നുള്ളത് അവൻ പരമാധികാരിയായി ദൈവമാണ്, സകലത്തെ നിയന്ത്രിക്കുന്നവനാണ്. എല്ലാ തകർച്ചയുടെ മുകളിലും അവന്റെ നാമം ശ്രേഷ്ഠമാണ് എന്ന് വിളിച്ചറിയിക്കുന്ന അവന്റെ നാമമാണ്. ആ കർത്താവ് നമ്മുടെയും കർത്താവായി. അതവിടെ പറയുന്നത്, ഓ ലോർഡ്, അവർ ലോർഡ്, ഞങ്ങളുടെ കർത്താവായ യഹോവേ. ഹല്ലേലൂയ. ആ കർത്താവിന്റെ സന്നിധിയിൽ നാം കടന്നു വരുമ്പോൾ നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് പറയാം, കർത്താവേ, നിന്റെ മുമ്പിൽ ഞങ്ങൾ കുമ്പിടുന്നു. ഞങ്ങൾ ഇന്ന് കടന്നു വന്നത് ഞങ്ങളുടെ ക്രിയയാലല്ല, ഞങ്ങളുടെ പ്രവൃത്തികളാലല്ല, അത് നിന്റെ ദയയാൽ മാത്രമാണ്. നമുക്ക് കോറസ് ഇപ്രകാരമാണ് പാടുന്നത്, യേശു രാജാവിന് സ്തുതി, യേശു രാജാവിന് സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി, സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. നിൻ തിരുസന്നിധിയിൽ ഞാനിന്നു കുമ്പിടുന്നു, നിൻ തിരുസന്നിധിയിൽ ഞാനിന്നു കുമ്പിടുന്നു. എൻ ക്രിയയാലല്ല, നിൻ ദയയാൽ മാത്രം ഞാനിന്നു കുമ്പിടുന്നു. എൻ ക്രിയയാലല്ല, നിൻ ദയയാൽ മാത്രം ഞാനിന്നു കുമ്പിടുന്നു. യേശു
രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. വൻപാപഭാരമെല്ലാം നിൻ കൃപയാൽ നീക്കിയല്ലോ. വൻപാപഭാരമെല്ലാം നിൻ കൃപയാൽ നീക്കിയല്ലോ. നിന്ദിതനാമെന്റെ ശാപങ്ങൾ നീ നീക്കി നിൻ മകനാക്കിയല്ലോ. നിന്ദിതനാമെന്റെ ശാപങ്ങൾ നീ നീക്കി നിൻ മകനാക്കിയല്ലോ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. യേശു രാജാവിനു സ്തുതി, ഹല്ലേലൂയ, ഉന്നതങ്ങളിൽ സ്തുതി. ഓ സൃഷ്ടികൾ, ഹല്ലേലൂയ, we praise you Lord. ഉന്നതനാം യേശുവേ. ഓ സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. വൻതുമ്പ നേരത്തിലും എന്നെ പിരിയുകില്ല. വൻതുമ്പ നേരത്തിലും എന്നെ പിരിയുകില്ല. എന്നെ നടത്തുന്നു എന്നെന്നും കൂടുന്നു നിൻ സ്നേഹമാകാമേ. എന്നെ നടത്തുന്നു എന്നെന്നും കൂടുന്നു നിൻ സ്നേഹമാകാമേ. യേശു രാജാവിന് സ്തുതി, യേശു രാജാവിന് സ്തോത്രം. സ്തുതി. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. ഓ സൃഷ്ടികൾ ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. ആമേൻ. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, എന്നാൽ വിശുദ്ധർ വണങ്ങട്ടെ. ഹല്ലേലൂയ. യേശുവേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. യേശു രാജാവിനു കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. അവൻ ഉന്നതനാണ്, ഉയർന്നിരിക്കുന്നവൻ, ശാശ്വതവാസി, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. ഓ സൃഷ്ടികൾ, ഹല്ലേലൂയ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. ഓ സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനായ യേശുവേ. ഹല്ലേലൂയ. യേശുവേ. ആമേൻ. സൃഷ്ടികൾ വാഴ്ത്തട്ടെ. Hallelujah, hallelujah, hallelujah. We praise you Lord, we thank you Lord, we worship you. കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഉന്നതനായിരിക്കുന്നവൻ, ഉയർന്നിരിക്കുന്നവൻ, ശാശ്വതവാസി, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനെ, അവന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. Hallelujah. Praise you, praise you, praise you, praise you, praise you. ലോകസ്ഥാപനം മുമ്പ് എന്നെ കണ്ടല്ലോ.
എന്നെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തല്ലോ. ആ തിരഞ്ഞെടുപ്പിൻ്റെ ഫലമാണ് ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ ഭക്തന്മാരുടെ നടുവിൽ, വിശുദ്ധന്മാരുടെ നടുവിൽ നമ്മെ നിർത്തിയിരിക്കുന്നത്. നമുക്കവനെ ഒന്ന് ഓർക്കാം, അവിടുത്തെ സ്നേഹത്തെ ഒന്ന് ഓർത്ത് ഒരു ഗാനം കൂടെ പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ലോകസ്ഥാപനം മുൻപെന്നെയും കണ്ടല്ലോ, ലോകസ്ഥാപനം മുൻപെന്നെയും കണ്ടല്ലോ, ലോകത്തിൽ വന്നു തൻ ജീവനെ തന്നല്ലോ, ലോകത്തിൽ വന്നു തൻ ജീവനെ തന്നല്ലോ. എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വിളിയാൽ, എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വിളിയാൽ, എന്നെയും യോഗ്യനാൻ എണ്ണീയ സ്നേഹമേ, എന്നെയും യോഗ്യനായി എണ്ണീയ സ്നേഹമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ. തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. സിയോനിലെനിക്കായി മൂലക്കല്ലാകുവാൻ, സിയോനിലെനിക്കായി മൂലക്കല്ലാകുവാൻ, സിയോനിലെന്നെയും ചെന്നു പണിയുവാൻ, സിയോനിലെന്നെയും ചെന്നു പണിയുവാൻ. സ്വർഗീയ താതനെ വേലയും തികച്ചു, സ്വർഗീയ താതനെ വേലയും തികച്ചു, സ്വർഗീയ ശില്പിയാം യേശുവിൻ സ്നേഹമേ, സ്വർഗീയ ശില്പിയാം യേശുവിൻ സ്നേഹമേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. അത്ഭുത സ്നേഹമാം സ്വർഗീയ ദാനത്താൽ, അത്ഭുത സ്നേഹമാം സ്വർഗീയ ദാനത്താൽ സമ്പൂർണ്ണനാക്കി. ഹല്ലേലൂയ. Glory, 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 glory. Hallelujah. എന്നെയും തന്നെ ശത്രുവാമെന്നെയും
വാക്യം ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. പുത്രന്റെ രക്തത്താൽ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി വീണ്ടെടുത്തതിനായി നന്ദി പറയുന്നു കർത്താവേ. അങ്ങയുടെ സ്നേഹത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. We praise you, Lord. We worship you. Hallelujah. Thank you, Lord. Thank you, Lord. Thank you, Lord. Thank you, Lord. Hallelujah. 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 Thank you, Lord. Thank you, Lord. എണ്ണമില്ലാത്ത നന്മകൾക്കായി, ഉപകാരങ്ങൾക്കായി, വിടുതലുകൾക്കായി, ഹല്ലേലൂയ, വിടുവിച്ചതിനായി, വീണ്ടെടുപ്പിനായി, ഹല്ലേലൂയ, നീതീകരിച്ചതിനായി നന്ദി 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 പറയുന്നു കർത്താവേ. We praise you, we praise you, we praise you, Lord. Hallelujah, 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 hallelujah. We thank you, Lord. We thank you, Lord. We worship you, worship you. അങ്ങ് ആരാധനയ്ക്ക് യോഗ്യനായവൻ, സ്തുതിക്ക് യോഗ്യനായവൻ, മഹത്വത്തിന് യോഗ്യനായവൻ, പുകഴ്ചയ്ക്ക് മാനത്തിന് യോഗ്യനായവൻ, അങ്ങ് ഉന്നതൻ ഉന്നതൻ ഉന്നതൻ, പരമാധികാരിയായവൻ, കർത്താവായവൻ. Hallelujah, hallelujah, hallelujah. We praise you, Lord. Praise you, praise you, praise you. Hallelujah, hallelujah. ആ ശ്രേഷ്ഠതയുള്ള നാമത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് തുടർന്നും ഭക്തിയോടെ ദൈവസന്നിധിയിൽ നമുക്ക് ആയിരിക്കാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. തുടർന്നുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടി ജോസ് പാസ്റ്റർ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. സ്നേഹവാനായ സ്വർഗീയ പിതാവേ, ഈ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം ഹല്ലേലൂയ പ്രഭാതത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ അടിയങ്ങൾക്ക് ആലയത്തിൽ കടന്നു വന്ന് ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, ആരാധിപ്പാൻ, ഒരു പ്രാവശ്യം കൂടെ ദൈവത്തെ അടിയങ്ങളുടെ ജീവിതത്തിൽ ഉയർത്തുവാൻ തക്കവണ്ണം ആമേ നൽകി തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. എത്രത്തോളം ഹല്ലേലൂയ ഒരാഴ്ചക്കാലടിയങ്ങളെ കൺമണി പോലെ സൂക്ഷിച്ചു. എത്രയോ അനർത്ഥങ്ങളും ആപത്തുകളും പ്രയാസങ്ങളും കഷ്ടതകളും രോഗങ്ങളും ആമേ ഹല്ലേലൂയ മരണപരമായ ക്ലേശങ്ങളും കടന്നു വന്ന സാഹചര്യത്തിൽ നടുവിൽ അടിയങ്ങളെ രക്ഷിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വ അന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഹല്ലേലൂയ. ആമേ ഇന്ന് പകൽ വേളയിൽ കർത്താവിനെ ചെയ്ത നന്മകൾക്ക് പകരമായി, ഉപകാരങ്ങൾക്ക് പകരമായി രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയെ മഹത്വപ്പെടുത്തുവാൻ ആമേ നൽകി തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഭൂമി സൃഷ്ടിക്കുന്നതിന് മുമ്പേ ഹല്ലേലൂയ സൃഷ്ടി ആരംഭം മുതലേ അടിയങ്ങളെ കണ്ടതോർത്ത്, ദൈവത്തെ അടിയങ്ങളെ കണ്ട് വിളിച്ചു വേർതിരിച്ചതോർത്ത് ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ കുടിവരവിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. പാടുവാൻ കൃപ നൽകിയതിനായി സ്തോത്രം, നല്ല സങ്കീർത്തനം നൽകിയതിനായി സ്തോത്രം. ഹല്ലേലൂയ. ആമേ ഹല്ലേലൂയ. നല്ല സാക്ഷ്യങ്ങളെ തരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആമേ വേവിച്ചനായി പ്രാർത്ഥിക്കുന്നു. കുടുംബമായി അവർ ഈ ആലയത്തിൽ ഹല്ലേലൂയ കടന്നു വരുവാൻ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ തുടർന്ന് ബലപ്പെടുത്തുമാറാകണമേ. പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് മടങ്ങിപ്പോകുവാനായി അടിയങ്ങൾ സഭയായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ആമേ ഹല്ലേലൂയ. തുടർന്നുള്ള ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല വചനം നൽകി തരുമാറാകണമേ. എല്ലാ ദേവദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു, ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ആദ്യോടുന്ന ദൈവത്തിന്റെ കൃപയുണ്ടായിരിക്കണമേ. അടിങ്ങളുടെ പാപങ്ങളെ കുറവുകളെ ക്ഷമിക്കണമേ. യേശുവിന്റെ രക്തത്താൽ മുദ്രയിടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വരവിനായിരിക്കണം യേശു ക്രിസ്തുവിന്റെ തന്നെ നാമത്തിന്റെ സ്വർഗീയ പിതാവേ. ആമേൻ ആമേൻ. സ്തോത്രം. എല്ലാവർക്കും ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാവിലെ ആലയത്തിലും സൂമിലുമുള്ള എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ അച്ഛൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ പാദപീഠം കടന്നു വന്ന ദൈവം നല്ലവനാണെന്ന് പറയുക. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. കർത്താവ് ഒരുക്കിയ സന്ദർഭങ്ങൾ എത്രയോ വലുതാണ്. Before going further, I invite our little ones to come forward. They are not little ones, they are grown up, but for us, Shepherd of my soul, I
I give you full control. Wherever you may lead, I will follow. I have made a choice to listen for your voice. Wherever you may lead, I will go. Fruit of my soul, I give you full control. Wherever you may lead, I will follow. I have made the choice to listen for your voice. Wherever you may lead, I will go. Psalms 9:10. And those who know your name put their trust in you, for you, O Lord, have not forsaken those who seek you. Psalms 20 verse 13. Be awakened, O Lord, in your strength we will sing and praise your might. Jude 24. Now to him who is able to present you Now to him who is able to keep you from stumbling and to present you faultless before the presence of his glory with exceeding joy. Whoever has my commands and keeps them is the one who loves me. The one who loves me will be loved by my Father, and I too will love them and show myself to them. John 14 verse 21. Hebrews 13 verse 6. So we say with confidence, the Lord is my helper. I will not be afraid. What can mere mortals do to me? Hebrews 13 verse 6. So we say with confidence, the Lord is my helper. I will not be afraid. What can mere mortals do to me? For to me, to live is Christ and to die is gain. Philippians 1:21. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഇവരൊക്കെയും ദൈവം തന്ന ദാനങ്ങളാണ്. അവരുടെ പാരൻസിനേക്കാൾ ഉപരി ദൈവസഭയ്ക്ക് കർത്താവിൻ്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ ഇവരൊക്കെയും ദൈവവചനത്തിൽ ഇവിടെ നിൽക്കേണ്ടവരാ. ദൈവനാമത്തിന് മഹത്വം ഇവരിൽ കൂടി വരേണ്ടവരാ. അവരൊരു വാക്യമോ ഒരു മുറിവാക്യമോ സ്റ്റേജിൽ വന്ന് പറയുന്നതല്ല വിഷയം, അവരുടെ ഉള്ളിലുള്ള വചനമാ വിഷയം. നമുക്ക് ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാം. പ്രിയ ബ്രദർ രാജു തോമസ്, രാജു ബ്രദർ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? സ്തോത്രം. താങ്ക് യു ഫാദർ. ഓ ലോർഡ്, താങ്ക് യു ഫാദർ. Yes, Lord. Thank you, Lord. Yes, Father. Yes, Father. Oh, yes, Father. Hallelujah. Amen. Thank you. ദൈവത്തിൻ്റെ പ്രൈസ് ദി ലോർഡ്. ഒരു പാട്ടിൻ്റെ ചില വരികൾ പാടി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. 100-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, യഹോവ തന്നെ ദൈവം എന്നറിവീൻ. ഹല്ലേലൂയ, സ്തോത്രം. യഹോവ തന്നെ ദൈവമാണെന്ന് അറിയുന്നവർക്ക് അവർ ചെയ്യേണ്ട, പാടേണ്ട, സ്തുതിക്കേണ്ട വിധങ്ങളെക്കുറിച്ചാണ് 100-ാം സങ്കീർത്തനം. ദൈവം ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് പാടുന്നത്, ദൈവം ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് സ്തുതിക്കുന്നത്, ദൈവം ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് ദൈവത്തെ വാഴ്ത്തുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അതിനകത്തെല്ലാം ഒരു വലിയ ദൈവപ്രവൃത്തി ഉണ്ടെന്നാണ് വചനം പറഞ്ഞത്. രാമൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദൈവം ആരാണെന്ന് അറിഞ്ഞവർ ആർപ്പോടെ ദൈവത്തെ സ്തുതിക്കുമെന്നാണ്. ഹല്ലേലൂയ, സ്തോത്രം.
അവൻ്റെ ദയ എന്നേക്കുമുള്ളതാണെന്ന് അറിഞ്ഞുകൊണ്ട്, ദൈവം ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് ദൈവത്തെ വിളിച്ച രക്തസ്രാവക്കാരി സ്ത്രീ, കുരുടനായ മനുഷ്യൻ, അല്ലേ? വേദപുസ്തകത്തിൽ എത്രയോ സ്ഥലത്ത് നമ്മൾ ഇന്നിവിടെ വന്നതും നമ്മുടെ ദൈവം ആരാണ്? അവൻ കല്ലും മുട്ടിയല്ല, അവൻ ജീവനുള്ള ദൈവം. ഹല്ലേലൂയ. ഈ പാട്ടിൻ്റെ വരികൾ പാടി കർത്താവിനെ സ്തുതിക്കാം. നിങ്ങൾക്കത് ഹല്ലേലൂയ ഈ സ്ക്രീനിൽ കാണാം. സ്തുതിച്ചിടും നിൻ ചാരെ വന്ന് ആരാധിക്കും. സ്തുതിച്ചിടും ഞാൻ നിൻ ചാരെ വന്ന് ആരാധിക്കും ഞാൻ നിന്നരികിൽ വന്ന്. സ്തുതിച്ചിടും ഞാൻ നിൻ ചാരെ വന്ന് ആരാധിക്കും ഞാൻ നിന്നരികിൽ വന്ന്. നന്ദിയേകും നിനക്ക് ഉയർത്തിയിടും ഞാൻ നിന്നെ, നീ മാത്രം കർത്താവെന്ന്. എൻ്റെ പാലകൻ നീ, എൻ്റെ സ്നേഹിതൻ നീ, എൻ്റെ അന്ത്യനാൾ വരെ. എൻ്റെ പാലകൻ നീ, എൻ്റെ സ്നേഹിതൻ നീ, എൻ്റെ അന്ത്യനാൾ വരെ. സ്വർഗ്ഗദൂതർ വാഴ്ത്തും പരിശുദ്ധൻ നീ, സർവശക്തനാം കർത്താവ് നീ. സ്വർഗ്ഗദൂതർ വാഴ്ത്തും പരിശുദ്ധൻ നീ, സർവശക്തനാം കർത്താവ് നീ. എൻ്റെ പാപങ്ങൾ തീർക്കാൻ യാഗമായി തീർന്ന ദൈവത്തിൻ കുഞ്ഞാട് നീ. എൻ്റെ പാലകൻ, എൻ്റെ സ്നേഹിതൻ നീ, എൻ്റെ അന്ത്യനാൾ വരെ. എൻ്റെ പാലകൻ, എൻ്റെ സ്നേഹിതൻ നീ, എൻ്റെ അന്ത്യനാൾ വരെ. എൻ ജീവനും എൻ ബലവും നീയേ, എന്നാശ്വാസദായകൻ നീയേ. പഠിക്കും. എൻ ജീവനും എൻ ബലവും നീയേ, എന്നാശ്വാസദായകൻ നീയേ. എൻ്റെ ഉള്ളം തുറന്ന് അങ്ങയെന്നും ഞാൻ വാഴ്ത്തും, നീ മാത്രം എന്നാശ്രയം. എൻ്റെ പാലകൻ, എൻ്റെ സ്നേഹിതൻ നീ, എൻ്റെ അന്ത്യനാൾ വരെ. എൻ്റെ പാലകൻ, എൻ്റെ സ്നേഹിതൻ നീ, എൻ്റെ അന്ത്യനാൾ വരെ. സർവസ്തുതികൾക്കും യോഗ്യൻ നീയേ, സർവജ്ഞാനത്തിൻ ഉറവിടം നീയേ. സർവസ്തുതികൾക്കും യോഗ്യൻ നീയേ, സർവജ്ഞാനത്തിൻ ഉറവിടം നീയേ. എൻ്റെ പാറയും നീയേ, എൻ്റെ പ്രാണനും നീയേ, നന്ദിയോടങ്ങ് വാഴ്ത്തിയിടും ഞാൻ. എൻ്റെ പാലകൻ, എൻ്റെ സ്നേഹിതൻ നീ, എൻ്റെ അന്ത്യനാൾ വരെ. ശബ്ദമെടുത്ത് പാടാമോ? എൻ്റെ പാലകൻ, എൻ്റെ സ്നേഹിതൻ നീ, എൻ്റെ അന്ത്യനാൾ വരെ. എൻ്റെ പാലകൻ, എൻ്റെ സ്നേഹിതൻ
ആരാണെന്ന് അറിഞ്ഞവര് ആർപ്പോടെ അത്യുച്ചനാദത്തോടെ കർത്താവ് ആരാണെന്ന് അറിഞ്ഞവര് കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ. അവസരം തന്ന കർത്താവ് നന്ദി പറയുന്നു. ഈ പാട്ട് യൂട്യൂബിലുണ്ട്. 100-ാം സങ്കീർത്തനം വായിച്ചൊരിക്കൽ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ രക്ഷിച്ച, എൻ്റെ താഴ്ചയിലേക്ക് ഇറങ്ങി വന്ന, എൻ്റെ വേദനയിൽ നിന്ന് എന്നെ കൈപിടിച്ചുയർത്തിയ എൻ്റെ കർത്താവിനെ ഞാൻ ആരാധിച്ചപ്പോൾ ആരാധനയുടെ നടുവിൽ എഴുതിയ വരികളാണ് നിങ്ങൾ പാടി. കർത്താവിനെ സ്തുതിക്കണം. ഗോഡ് ബ്ലസ്. ഒന്നിച്ച് പ്രാർത്ഥിക്കാം, ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാം, ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ശരീരത്തിൽ സുഖമില്ലാതെ രോഗികളാക്കിയ എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിക്കും. ആലയത്തിലും ഭവനത്തിലും ഒക്കെയും ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കും. 6-ാം അധ്യായം Hosea chapter 6 verse 6 and 11. For I desire and delight in steadfast loyalty, Amplified Version. Faithfulness in the covenant relationship rather than sacrifice. And in the knowledge of God more than burnt offering. യാഗത്തിലല്ല ദയയിലും, ഹോമയാഗങ്ങളല്ല ദൈവപരിജ്ഞാനത്തിലും ഞാൻ പ്രസാദിക്കുന്നു. ഒരു നല്ല സ്വതന്ത്രം പറയാം. 11. Also, Judah, there is a harvest appointed for you when I restore the fortunes of my people. ഹോശേയ പ്രവാചകന്റെ പുസ്തകത്തിൽ ആ വാക്യം എഴുതിയിരിക്കുന്നത് ഞാൻ ഉദ്ദേശിക്കുന്ന ആ അർത്ഥത്തിലല്ല. പക്ഷേ കഴിഞ്ഞ ആഴ്ച വായിച്ച് തന്നെ വായിക്കുമ്പോൾ പിന്നെ അത് തന്നെയാണെന്ന് തോന്നാതിരിക്കാൻ വാക്യം മാറ്റുന്നേ ഉള്ളൂ. ഇവിടെ ജഡ്ജ്മെൻറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. പക്ഷെ അത് ആ വാക്യം നോക്കി മേളത്തേനെയും വായിക്കാൻ നിൽക്കരുത് ദയവ് ചെയ്ത്. ഞാനൊരു ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ അത്ര മതി. സ്തോത്രം. പ്രാർത്ഥിക്കാം. താവേ, അങ്ങയുടെ വചനത്തിന് അങ്ങയോളം വലുപ്പമുണ്ട്. അടിയനോടും അടിയൻ്റെ പ്രിയപ്പെട്ടോടും സംസാരിക്കുമല്ലോ, യേശുവിൻ നാമത്തിൽ തന്നെ. കഴിഞ്ഞ ആഴ്ചയിൽ സംസാരിച്ചതിൻ്റെ ക്ലോസ് ചെയ്യാം. ഇന്ന് ഒന്നാമത് സമയമില്ല, 10-15 മിനിറ്റേ ഉള്ളൂ. കർത്താവിന് മേശയുണ്ട്, ഇംഗ്ലീഷ് സർവീസുണ്ട്, എല്ലാറ്റിലായും വളരെ പ്രാർത്ഥനയോടെയായിരിക്കാം. ഇന്ന് പകൽക്കാലം എന്താ സഹോദരി പറഞ്ഞ സാക്ഷ്യം കേട്ടായിരുന്നു. ബേച്ചാനൊരു പ്രൊസീജിയർ ഉണ്ടെന്ന്. എന്തോ അത് മെയിൻ്റനൻസ്. അപ്പം അത് കേട്ടോണ്ടിട്ട് ടോപ്പിക്കാ. മെയിൻറ്റെയിൻ യുവർ ലൈഫ് വിത്ത് ഗോഡ്, ഓർ വേറൊരു അലൈൻ യുവർ ലൈഫ്. ഒരു ടയറിന് തേയ്മാനം ഉണ്ടെങ്കിൽ എന്തു ചെയ്താൽ മതി? മറ്റേ ടയറിനോട് ചേർന്ന് അലൈൻ ചെയ്താൽ മതി. രണ്ടും തേയ്മാനം ഉണ്ടെങ്കിൽ രണ്ടും മാറ്റണം. പക്ഷേ ക്രിസ്ത്യ ജീവിതത്തിൽ ഒന്നേ തേയ്മാനം ഉണ്ടാകത്തുള്ളൂ. മനസ്സിലാകാത്തവർക്കായി സ്തോത്രം. എല്ലാം മനസ്സിലായ പിന്നെ നമ്മുടെ ആവശ്യമില്ലല്ലോ. ദൈവഭവനം ദൈവസഭയാ. ദൈവം ദൈവഭൃത്യന്മാരെ ദൈവസഭയ്ക്ക് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അത് പബ്ലിക്കിനല്ല. ദൈവസഭ മെച്ചൂരിലേക്ക് വരുമ്പോൾ ഈ സഭയുടെ വിഷൻ 4 ഭിത്തിക്കുള്ളിൽ നിൽക്കത്തില്ല, വെളിയിലോട്ട് പോകും. അതാണ് 1-ാം നൂറ്റാണ്ട് മുതൽ ദൈവസഭയെ കുറിച്ച് പഠിക്കുമ്പോൾ കണ്ടുവന്നിരിക്കുന്നത്. ആരംഭത്തിൽ അവർ ഒന്നിച്ച് ഒരിടത്ത് കൂടി
ഒരു മനസ്സോടെ ദൈവത്തെ സ്തുതിച്ചു. വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാരെ സഭയിലേക്ക് അയച്ചു. അതവരെ പ്രാക്ടീസ് ചെയ്തു. ഭവനങ്ങളിൽ ഒന്നിച്ച് കൂടെ ദൈവത്തെ ആരാധിച്ചു. വിഷയങ്ങൾ ഓരോന്നായി പൊങ്ങി വന്നു. ഒന്നാമത്തെ രക്തസാക്ഷി വന്നപ്പോൾ ദൈവം പറഞ്ഞു, ഇനി ഇച്ചിരൂടൊക്കെ ഒന്ന് വിശാലത്തിലേക്ക് വരണം. എന്താ വേണം? ഇവിടുന്ന് പോകണം. ചില മുഖാന്തരങ്ങൾ ദൈവം ഒരുക്കി. സ്തോത്രം. അവിടെ വായിക്കുന്നത് അപ്പോസ്തലന്മാർ ചിതറിപ്പോയി. ദൈവമക്കൾ അവർ പോയി എന്ത് ചെയ്തു? അവർ പോയ ഇടങ്ങളിലൊക്കെയും ദൈവവചനം ശുശ്രൂഷിച്ചു. ബൈബിൾ വായിക്കുന്ന വചനം പരന്നു എന്നാ വായിക്കുന്നേ. ഉപദേശമാരുടെ എണ്ണം കൂടി നല്ല വായിക്കുന്ന വചനം പരന്നു എന്നാ വായിക്കുന്നത്. അപ്പൊ ഈ വചനത്തിന് ശക്തിയുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, സ്റ്റേജിൽ കിടന്ന് എത്ര നാടകം കളിച്ചാലും ശക്തി വചനത്തിനാണ്. പ്രൈസ് ദി ലോർഡ്. വചനം പരന്നു. അനേകരും വിശ്വാസത്തിന് അധീനരായി തീർന്നു. ദൈവസഭ പെരുകി. ദൈവം ചെയ്യുന്ന ആ ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ദൈവഭക്തന്മാരെ മിനിസ്റ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് ദൈവസഭയ്ക്കാ. ദൈവം ഒരു ഇൻഡിവിജ്വൽ അല്ല അതിന്റെ എടുത്തു കാണിക്കുന്ന, ദൈവസഭയെ എടുത്തു കാണിക്കുന്നു. ഞാൻ പറയട്ടെ, ഒരു ദേശത്ത്, ഒരു പട്ടണത്തിലെ, ഒരു ഗ്രാമത്തിലെ, ഒരു സിറ്റിയില് ദൈവം ആക്കി വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയല്ല, ഒരു ദൈവസഭയാ. വ്യക്തികളുടെ കൂട്ടമാ സഭ, ദൈവസഭയാ. ദേശത്ത് സാഹസവും വക്രതയും അസമാധാന നിലയിലുള്ള സാഹചര്യം വരുമ്പോൾ ദൈവം പറയുക, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. ഒരു സഹോദരൊക്കെ പറയണേ, നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രിവിലേജ് എന്തുവാ? ആരും നമ്മളെ അറിയുന്നില്ലെങ്കിലും ദൈവം പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ചില സാഹചര്യം കൊണ്ടുവരുന്നതിന് ദൈവമാക്കി വെച്ചിരിക്കുന്ന ദൈവസഭയാ. ഇന്ത്യയിലും ഇവിടെയൊക്കെ ഈ വർഷം ഇലക്ഷൻ നടക്കുക. ആര് വരും ആര് വരണമെന്നും പ്രാർത്ഥിക്കാൻ നമുക്ക് അവകാശമില്ല. എല്ലാരും കൺട്രോൾ ചെയ്യുന്ന മേളിനാ. ഞാനൊരു പ്രാക്ടിക്കൽ കാര്യം പറയുന്നതേ ഉള്ളൂ, നിങ്ങൾ എന്നോട് തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. ഞാൻ പലപ്പോൾ പറയും, മോദി സർക്കാർ വന്നതിനാൽ സ്തോത്രം എന്ന് പറയും. എന്താ കാര്യം? കഴിഞ്ഞ 10 വർഷം സഭയ്ക്ക് വളർച്ചയുണ്ടായി. നിങ്ങൾക്കറിയത്തില്ല, ഞങ്ങളൊക്കെ പോയിട്ട് വരുമ്പോൾ അറിയാം. അതിനു മുമ്പ് എല്ലാം കംഫർട്ട് സോണിലായിരുന്നു. എന്നാൽ പെർസിക്യൂഷൻ കൂടെ സഭ പോയി വന്നപ്പോൾ എന്ത് ചെയ്തു? 70കളുടെ അവസാനത്തൊക്കെ ഞങ്ങൾ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയപ്പോൾ ഒരു കുഞ്ഞിനെ കിട്ടാൻ, ഒരു പൂഞ്ഞാനെ കിട്ടാൻ, നമ്മുടെ മലയാളത്തിലെ എന്തെല്ലാം ചെയ്യുന്നറിയാമോ? പാർക്ക് ബുക്ക് ചെയ്യണം, PA സിസ്റ്റം വേണം, എല്ലാം വളരെ സുവിധ, എല്ലാം വളരെ നിഷ്പ്രയാസം കിട്ടും. എന്നാൽ എത്ര കൺവെൻഷൻ നടത്തിയാലും 5-6 പേരെ വരത്തുള്ളൂ. ഇപ്പൊ എല്ലാത്തിനും വിലങ്ങ, ഒന്നിനും അനുമതിയില്ല. കേരളത്തിൽ പിന്നെയും പരസ്യവും നടത്താൻ, നോർത്ത് ഇന്ത്യ അതുപോലും പറ്റത്തില്ല. പക്ഷേ ആർക്കും അറിയത്തില്ല എവിടുന്നാണ് ഇവർ വരുന്നെന്ന്. ദൈവത്തെ സ്തുതിയാമോ? 2.5 മാസം ഞാൻ പറഞ്ഞു, 2.5 മാസം നാട്ടിലായിരുന്നു, നോർത്ത് ഇന്ത്യയിലായിരുന്നു. എല്ലാ ആഴ്ചയിലും സ്നാനം. മധ്യമനും പോയി പ്രസംഗിച്ചിരുന്നു. അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അവിടെ ദൈവദാസനമായി ശുശ്രൂഷിച്ചോണ്ടാ. ചിലർക്ക് വന്ന് പറയും, ഞങ്ങൾ പോയി, ഞാൻ അങ്ങോട്ട് ചെന്നു 2 മാസം കൊണ്ട് ഒത്തിരിയും പേര് സ്നാനപ്പെടുത്തി. ഒന്നും നടക്കുന്നത് വെറുതെ പറയുന്നതാ. എന്തോ
അതെ, പാവങ്ങളെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ആത്മാക്കൾ തേടിയപ്പോൾ ഇദ്ദേഹം ചെന്നിട്ട് ഞാനുണ്ടല്ലോ നാട്ടിൽ പോയി ഒറ്റ കുഞ്ഞിനെ സ്നാനപ്പെടുത്തില്ല. അധ്വാനിച്ചവർ സ്നാനപ്പെടുത്തിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മൾ ചിന്തിക്കുന്നവരല്ല ദൈവം ചിന്തിക്കുന്നത്, നമ്മുടെ കണക്കൂട്ടുള്ള ദൈവത്തിൻ്റെത്. അപ്പൊ ദൈവസഭ ദൈവ പരിജ്ഞാനത്തിൽ വരണം. ഒരു നല്ല സ്വന്തം വേണേ. പ്രോവർബ്സ് 2:5 വായിക്കാമോ? പെട്ടെന്ന് വായിക്കണേ. അത് തന്നെ, മലയാളം വായിച്ചേ. ഉണ്ടോ എന്നോടുള്ള താല്പര്യം നോക്കിയേ. ഇംഗ്ലീഷും മലയാളം തമിഴ് വരവുണ്ടോ? താങ്ക് യു. ഞാൻ അപ്രീഷിയേറ്റ് ചെയ്താവട്ടെ, അങ്ങനെ തിരികരുത്. യഹോവ ഭക്തി എന്ത് ചെയ്യണം? ഇത് തന്നെ വരുന്നതല്ല. പിന്നെയും വഴക്കായില്ലയോ? കഴിഞ്ഞ ആഴ്ച ആരും പറഞ്ഞു അപ്പച്ചൻ വഴക്ക് പറയുവാന്ന്. ഈ അപ്പച്ചൻ വിളി കേട്ടതിനാൽ സ്തോത്രം. എൻ്റെ വീട്ടിൽ പറഞ്ഞ കാര്യമാണ്. ഇപ്പൊ മനസ്സിലായാലും ആരാ പറഞ്ഞു? സ്തോത്രം. ഇന്നലെ വൈകിട്ട് മീറ്റിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ പറയാ നാളെയും വഴക്ക് പറയുവാണോ എന്ന്. എന്തോ മറുപടി. ഇതിപ്പോ നമ്മൾ ഈ പ്രസംഗം വഴക്കായിട്ട് കേൾക്കുന്നത്. എൻ്റെ അച്ഛാ എന്തോ ചെയ്യാന്? ഭക്തി ഗ്രഹിക്കൽ പറയുന്ന വഴക്കാണോ? നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? നമ്മൾ ഒരാളെ നിങ്ങൾ കമ്പനി, അല്ലെങ്കിൽ കമ്പനി പോട്ടെ, എന്നാ ഹോസ്പിറ്റലിൽ പറയാം, അപ്പോയിന്റ്മെന്റ് കൊടുക്കുമ്പോഴേ നിങ്ങളുടെ ഡ്യൂട്ടി ഇതൊക്കെയാന്നും പറഞ്ഞ് എഴുതി കൊടുക്കും. എന്നിട്ട് 1 വർഷം കഴിയുമ്പോൾ ഇതിനെ ഒരു പെർമനന്റ് ആക്കുന്നുണ്ട്. പിന്നെ ഒരു ഇവാലുവേഷൻ ഉണ്ട്. അന്നേരമൊക്കെ എന്തുവാ, ഈ എഴുതി കൊടുത്തതിനനുസരിച്ചാണോ ചെയ്യുന്നതെന്ന് നോക്കിയാ ഇവാലുവേഷൻ. ഇത്രയും മനസ്സിലായ അതൊന്ന് സ്വന്തം പറയാമോ? എന്നാ ബാക്കി മനസ്സിലാവും. ഞങ്ങൾക്ക് ഒരു അപ്പോയിന്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇത് പറയേണ്ടതുപോലെ പറഞ്ഞില്ലെങ്കിൽ ഇവാലുവേഷൻ ഫെയിൽ ആകും. ഇല്ലയോ? അത് നിങ്ങൾക്ക് വഴക്കായിട്ട് തോന്നിയാലും ഞങ്ങൾക്ക് നല്ല ഡ്യൂട്ടിയാണോ തോന്നുന്നത്? ഒരു നല്ല സ്വന്തം പറയാം. അപ്പൊ ഭക്തി എന്ത് ചെയ്യണം? ഗ്രഹിക്കണം. വന്നാല് ഇഷ്ടമുള്ള കസാര ഇരുന്നിട്ട് അറിയാവുന്ന പാട്ട് പാടുമ്പോൾ ചേർന്ന് പാടി, അല്ലാത്തപ്പോൾ കൈ താഴെ ഇട്ടിരിക്കുന്നതല്ല ഭക്തി. ഇനി ഭക്തി ഗ്രഹിച്ചാൽ മതി. ബാക്കി ഒന്നുകൊണ്ട് ഭാഷ ഒന്ന് വായിച്ച് ബാക്കി എന്തുവാ? ദൈവ പരിജ്ഞാനം. ആഹാ. അപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അകത്ത് വരാൻ ജ്ഞാനം മതി, പരിജ്ഞാനം മണിയിൽ കണ്ടെത്തണം. ഒരു സ്വന്തം പറയാമോ? സ്വോത്രം പാസ്റ്റർ പറയുമ്പോൾ പറയാൻ ജ്ഞാനം മതി, ഇല്ലയോ? ഒന്ന് സഹകരിച്ചേ. ഒരു സ്വോത്രം പറഞ്ഞാട്ടെ. ഉണ്ടോ? നമ്മുടെ എന്തുവാ ലാസർ ഉപദേശിച്ച ഇനി ഒന്നുകൂടെ പോട്ടെ എന്ന് പറഞ്ഞ പോലെ. പക്ഷേ ആലയത്തിലേക്ക് വരുമ്പോഴേ സ്തോത്രം പറഞ്ഞു വരാൻ ദൈവ പരിജ്ഞാനം വേണം. സൺഡേ രാവിലെ ആരാധനയ്ക്ക് പോകാൻ ജ്ഞാനം മതി. ഒരു നല്ല സ്തോത്രം പറഞ്ഞേ. സമയത്തിന് വരാൻ ദൈവ പരിജ്ഞാനം വേണം. ഇതാരാ പറഞ്ഞത്? ഞാനല്ലയോ? ഈ പാർട്ടി പറഞ്ഞാൽ വിടുവോ? ഉള്ളതോട് കളയും. നമ്മളെ ആക്കിയിരിക്കുന്നത് അകത്ത്. താങ്ക് യു വെരി മച്ച്. അകത്ത് വരാൻ ജ്ഞാനം മതി. പാസ്റ്റർ പറഞ്ഞനുസരിച്ച് മുമ്പോട്ട് കയറിയിരിക്കാൻ പരിജ്ഞാനം വേണം.
ഒരു സ്വന്തം പറയാമോ? എന്ത് ചെയ്യാ പാപ്പച്ചാൻ, പാപ്പച്ചാനല്ലോ പൊന്നച്ചാൻ പിന്നെയും പോയ പുറയില്. ദൈവമേ, ഇല്ല അവിടെ മുമ്പ് സ്ഥലമില്ല. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ആ നേരത്തെ വരുന്നൊക്കെ പ്രിവിലേജ് ഉണ്ട്, മുമ്പിൽ വന്നിരിക്കാം. ഇവിടെ ഇരിക്കുന്നത് മാത്രമേ ഉള്ളൂ. തോന്നും പറയാമോ? എന്നാൽ ദൈവവചനം കേൾക്കുമ്പോൾ ഞാൻ പറയട്ടെ, പ്രാർത്ഥിക്കാൻ ജ്ഞാനം മതി. പ്രാർത്ഥിക്കാൻ പറയും, പാടാതിരിക്കാൻ ജ്ഞാനം വേണം, പരിജ്ഞാനം വേണം. സ്തോത്രം പറഞ്ഞല്ലോ. അപ്പൊ ഇതെന്ത് ചെയ്യണം? കണ്ടെത്തണം. അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് വചനമില്ലേ? ഇനി മുൻപോട്ട് പോട്ടെ. കഴിഞ്ഞ ആഴ്ച ഞാൻ വാക്യം വായിച്ച വാക്യം പറയാമോ? അതെന്താ ഇവിടെ ഇല്ലായിരുന്നല്ലോ. ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ ദൈവം ജനത്തിന്റെ സ്ഥിതിയെ മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കും. യാക്കോബ് സന്തോഷിക്കുമ്പോഴാണ് ഇസ്രായേൽ ആനന്ദിക്കുന്നത്. രക്ഷ ഇൻഡിവിജ്വൽ ആണെങ്കിൽ ദൈവവചനവും ഇൻഡിവിജ്വലായിട്ട് എടുക്കണം. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഉണർവ് ആരംഭിക്കുന്ന ദൈവസഭയിലല്ല, ഉണർവ് ആരംഭിക്കുന്ന വ്യക്തിയിലാണ്. നോക്കിയേ, കൈകൊട്ട് ദൈവത്തെ ആരാധിക്കുന്ന 5 കുടുംബം ഒന്നിച്ചുണ്ടെങ്കിലോ? ഒന്ന് പറഞ്ഞേ. വന്നാലുടനെ മൗനമായിരുന്ന ഒന്നുമില്ലെന്ന്, ഒന്നും ചെയ്യാഞ്ഞിട്ട് സഭയിൽ ഉണർവില്ലെന്ന് പറഞ്ഞാലോ? ഒരു നല്ല സ്വപ്നം പറഞ്ഞേ. ഇതൊന്ന് യൂട്യൂബിൽ ഇടണ്ട കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. ഒരു ഭക്തൻ പ്രാർത്ഥിക്കുക, എന്റെ സ്ഥിതി ഒന്ന് മാറ്റണം. ഞാൻ ജനിച്ചത്, എൻ്റെ അമ്മ എനിക്ക് ജന്മം തന്നത് വ്യസനത്തിന്. ഞാൻ പറയട്ടെ, ഇറ്റ്സ് എ നോർമൽ തിങ്. പ്രസവ വേദനയല്ല അവിടുത്തെ വിഷയം. അതേതിന്റെ ആവശ്യമൊന്നുമില്ല. ആ ജനിച്ച സാഹചര്യം വേദനിപ്പിക്കുന്നതാണ്. അത് ആ കുഞ്ഞിനറിയത്തില്ല, അമ്മയ്ക്കറിയാം. ആ സിറ്റുവേഷൻ വേദനാജനകമായിരുന്നത് കൊണ്ട് അവളുടെ ഹൃദയത്തിന്റെ ദുഃഖം അടക്കാൻ വയ്യാതെ ആ ജനിച്ച കുഞ്ഞിന് അതങ്ങ് പേരിട്ടു. വളർന്നപ്പം മനസ്സിലായി, ഭവനത്തിന്റെ സാഹചര്യം എന്തുമാകട്ടെ, എൻ്റെ സാഹചര്യം എനിക്ക് മാറ്റണം. താല്പര്യമുള്ളവനെ സഹായിപ്പാൻ ദൈവമുണ്ട്. ഭക്തി ഗ്രഹിക്കുവാൻ ആഗ്രഹിക്കണം, പരിജ്ഞാനം അന്വേഷിക്കണം. നിങ്ങൾ ആ വാക്യത്തില് 2-ാം വാക്യം ഒന്ന് വായിച്ചേ. പ്രോവർബ്സ് ഏതായിരുന്നത്? മതി. 2-ാമത്തെ വാക്യമല്ലേ വായിച്ചേ? അപ്പൊ 2ഉം 5ഉം നമ്മൾ വായിച്ചു. 5 ആദ്യം വായിച്ചു. അപ്പൊ ഭക്തി കണ്ടെത്തണമെങ്കിൽ, പരിജ്ഞാനം ഗ്രഹിക്കണമെങ്കിൽ എവിടെ പോയാൽ മതി? വചനത്തെ എന്ത് ചെയ്യണം? കൈക്കൊള്ളണം. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയുന്നത്, വചനം ശുശ്രൂഷിക്കുമ്പോൾ ആരും ഉറങ്ങരുതെന്ന്. വെറുതെ എന്നെ കൊണ്ട് വിട്ടിട്ട് അടിപ്പിക്കരുത്. എനിക്ക് ഉണർവ് കൂടുമ്പോൾ അടിക്കുന്ന അല്ലാതെ കേട്ടോ, ദയവ് ചെയ്ത്. ഇങ്ങനെ അടിക്കുമ്പോൾ എന്തോ കുഴപ്പമുണ്ടെന്ന് വിചാരിച്ചോണം. ഉണർവ് കൂടുമ്പോൾ അടിക്കുന്ന ഞാൻ ഇങ്ങനെ. പ്രൈസ് ദി ലോർഡ്. പാടുമ്പോൾ ഉറങ്ങിയാലും എനിക്ക് വിരോധമില്ല. ആ ശുശ്രൂഷിക്കുമ്പോൾ ഉറങ്ങരുത്, പിന്നെ ആരാധിക്കുമ്പോൾ ഉറങ്ങരുത്. മനസ്സിലായില്ല? പാടുമ്പോൾ ഉറങ്ങിക്കോ. ആരാധിക്കാൻ വന്നാൽ പാട്ട് അറിയത്തില്ലെങ്കിലും ആരാധിക്കും.
കഴിഞ്ഞ വെള്ളിയാഴ്ച വരാൻ എന്തോ ആരാധന ദേവദാസൻ പ്രസംഗിച്ചു. അറിയാവുന്ന കോലാഹലമല്ല ആരാധന, ജീവിതത്തിലുള്ള സമർപ്പണം ആരാധന. സമർപ്പിക്കുന്നവൻ ആരാധിച്ചു പോകും. I am not here because you are here. No. ഇന്ന് ആൾക്കാർ വരുമെന്ന് വിചാരിച്ച് ഞാൻ കൂട്ടി ടൈ കെട്ടി വന്നൊന്നുമല്ല. ഒത്തിരി നാളിന് ശേഷം തോന്നി ഒരു ടൈ കെട്ടാമെന്ന്. താങ്ക് യു. വല്ലവരും കെട്ടുമ്പോൾ എനിക്ക് തോന്നൽ വരുന്നില്ല. സത്യം പറയാമോ? I am here because he is here. അവന്റെ സാന്നിധ്യം അനുഭവിച്ചറിയാതെ പാടിയിട്ടെന്താ കുഴപ്പം? ഗുണം. നിന്റെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ ഞാൻ യോഗ്യനല്ല കർത്താവ് എന്ന് പറഞ്ഞു പോകും. ആലയത്തിനുള്ളിൽ എന്നെ കൊണ്ടുവന്ന് ജീവിക്കുന്ന ദൈവത്തെ ആരാധിപ്പാൻ രക്തം ചിന്തി എന്നെ വിലയ്ക്ക് വാങ്ങി വീണ്ടെടുത്ത ആ ദൈവസ്നേഹത്തിന്റെ ആഴത്തെ ഓർത്താൽ ആര് വരുന്നോ ആര് വരുന്നില്ലയോ എന്നുള്ളതല്ല വിഷയം. I am here because he is here. ഒരു സഹോദരി കയറി വന്നു, കയ്യിൽ ഏതാണ്ടൊക്കെയുണ്ട്. ശിഷ്യന്മാർ പറയാ, എന്റെ കുഞ്ഞായി ഇതെന്തിനായി ഈ വെറും ചെലവ്? മറുപടി പറയാൻ നിന്നില്ല. പത്രോസേ, നീ ഉള്ളത് കൊണ്ടല്ല ഞാൻ ഇവിടെ വന്നത്. There is a person here. എന്റെ സർവ്വവും സമർപ്പിക്കാൻ വന്ന ഞാൻ. ചിലർ പറയുന്നത് തലയൊഴിച്ച് ഏതായാലും അവളെ he did what she did what she could. തന്നാൽ അത്രയെങ്കിലും ചെയ്യാമോ? തന്നാൽ 10 സ്തോത്രം പറയാൻ കഴിയുമോ? ഈ ആരോഗ്യം ദൈവം തന്നതാകട്ടോ. ഇന്ന് കരമടിക്കാൻ ആരോഗ്യമുണ്ടെങ്കിൽ അടിച്ചോണം. നാളെ തളം തൊട്ട് ദൈവമേ ഇതിൽ ബലം കിട്ടിയിരുന്നെങ്കിൽ ആരാധിക്കാമെന്ന് പറയരുത്. ഒരു ഭക്തന്റെ എന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വേണം. എന്റെ അതിനെ വിശീർണമാക്കണം. കഴിഞ്ഞ ആഴ്ചത്തെ പിന്നെ റിപ്പീറ്റ് ചെയ്യേണ്ട സമയമുള്ളൂ. ദൈവം മനുഷ്യന് അതിൽ വെച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മളാ വെച്ചല്ലയോ? നമ്മളും പിന്നെ നമ്മുടെ ചുറ്റുപാടുള്ളവരും. ഒരു ഭക്തൻ പറയാ, ഇവൻ 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 ജീവിച്ചിരുന്നാ മതി, എനിക്കിനി ആരെ വേണ്ട. 10-25 വർഷമായി എന്നും ഇതാ വെച്ച് പ്രാർത്ഥിക്കുന്നത്. അതിന് ഇതൊക്കെ മതി. ആര് വെച്ചതാ അതില്? അബ്രഹാം. എനിക്ക് ഇസ്മായേൽ ജീവിച്ചിരുന്നാ മതി. എന്തുവാ ഇസ്മായേൽ? ജഡമനുഷ്യൻ, ജഡത്തിന്റെ സന്തതി. ആത്മീയൻ അവിടെ ലിമിറ്റ് ചെയ്യരുത്. മനസ്സിലായ സ്വന്തം പഠിച്ചോണം. ജഡമനുഷ്യൻ എന്ന് പറഞ്ഞ ജഡീകൻ വെളിയിലുള്ള കാര്യം, സഭയിലുള്ള കാര്യമാണ് പറഞ്ഞത്. നമ്മൾ ഈ ജഡീകൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്നെ ജഡീകൻ അങ്ങ് ചിന്തിക്കരുത്. പൗലോസ് പറയുന്നത് ആത്മീയത്തിൽ ശിശുക്കളായവർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച വായിച്ചോടെ മുമ്പോട്ട് പോകാത്ത ആത്മീയൻ സകലത്തെയും വിവേചിക്കുന്നു. ആത്മീയൻ അവൻ ആരാലും വിവേചിക്കപ്പെടുന്നില്ല. നമ്മൾ ആയിരിക്കേണ്ടത് ആത്മീയനായ 3 ഒന്ന് പ്രാകൃത മനുഷ്യൻ, അവൻ ദൈവസഭയിലില്ല. എന്നാൽ ജഡീകനുണ്ട്, എന്താ ജഡസന്തതി, അതല്ലേ അബ്രഹാമിന്റെ വീട്ടിൽ.
ദൈവഹിതത്തിനുള്ളതല്ലെന്ന് അർത്ഥം. പിന്നെ ആരുടെയാ? മനുഷ്യന്റെ ആലോചനയ്ക്ക് വന്നതാന്നേ. ഇന്ന് നടക്കുന്ന ക്രിസ്ത്യന്റെ അടുത്ത് പെന്തിക്കോസിൽ പ്രത്യേകം നടക്കുന്ന എല്ലാം മാനുഷികമായ കാര്യങ്ങളാണ്. ഓരോരുത്തന്റെ ഉള്ളിൽ ജനിക്കുന്നവന്റെ പുറകെ ഓടാൻ ഒത്തിരി പേരുമുണ്ട്. ദൈവം പറയുക, ദൈവം ഏതായാലും പ്രത്യേകിച്ച് കോപിച്ചൊന്നും, കാരണം ദൈവത്തിന് വലിയ ലോങ് പ്ലാനാ. അബ്രഹാമിന്റെ അനുഗ്രഹത്തിന്റെ വ്യാപ്തി ഇന്നും കിടക്കുന്നേ ഉള്ളൂ. അവൻ പറയാ, എനിക്ക് ദൈവം വിടുവോ? ദൈവം വിടാത്തതോടെ ഇന്ന് പകൽ ഇവിടെ ആയിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് പറയട്ടെ, നമ്മെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ ഉപരി ദൈവത്തിന് പ്ലാനുണ്ടെന്ന് വിശ്വസിക്കാമോ? അതുകൊണ്ട് ഞാൻ ഈ കുഞ്ഞുങ്ങളെ വിഷയം എടുത്തു വരുന്നത്. കർത്താവ് വരാൻ താമസിച്ച ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ അവരുടെ ആ മനപ്പാഠം പഠിച്ച വാക്യമല്ല വിഷയം. ഒരു വാക്കെങ്കിലും ഇതിന്റെ ഉള്ളിലുണ്ടോ? ദൈവസഭയൊന്നും നിങ്ങൾ ഇഗ്നോർ ചെയ്ത് കേട്ടോ. ഒരു നല്ല സ്വതന്ത്രം പറയാമോ? സമയമുണ്ടെങ്കിൽ യോഗത്തിന് പോകാം, സമയമുണ്ടെങ്കിൽ ആലപ്പം, ഇല്ലെങ്കിൽ പ്രയോറിറ്റി സെറ്റ് ചെയ്യുന്ന ആത്മീയത്തിലായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. രണ്ട്, അപ്പൊ ഒന്ന് അബ്രഹാം, രണ്ടാരാ? ഒരിക്കൽ പട്ടണം തെരഞ്ഞെടുത്തതാ. അബ്രഹാം മേപ്പോട്ട് നോക്കിയപ്പോൾ ഇങ്ങനെ നോക്കി. ആരാന്നറിയാമോ ഇങ്ങനെ നോക്കുന്നേ? അതെ, അത്രേ ഉള്ളൂ. നീരോട്ടമുള്ള പ്രദേശം. അബ്രഹാം നോക്കിയതോ ദൈവം ശില്പിയായി നിർമ്മിച്ചതും. അവന്റെ സെലക്ഷനിൽ ദൈവം എന്നുള്ളൊരു പേരില്ല. അബ്രഹാമിന്റെ സെലക്ഷനിൽ ദൈവം എന്നൊരു പേരുണ്ട്. ഈ തിരുവചനം ആരംഭിക്കുന്നു ഇൻ ദ ബിഗിനിങ് ഗോഡ്. അതായിരിക്കട്ടെ ഒരു ആത്മീയന്റെ പ്രഥമ കാര്യം. ഞാൻ മന്ദസ്മതിച്ചുകൊണ്ടല്ലേ പറയുന്നത്? എന്തായാലും അത് തന്നെ മനസ്സിലായല്ലോ അല്ലേ? പക്ഷെ ഈ വചനം ഗൗരവമായി കൈകാര്യം ചെയ്യേണ്ടതാ. ഹല്ലേലൂയ. മെയിൻറ്റെയിൻ യുവർ ലൈഫ് വിത്ത് ഗോഡ്. ദൈവം ആഗ്രഹിക്കുന്ന ലെവലിൽ നമ്മൾ ഉയർന്നു പോകേണ്ട, താഴ്ന്നു പോകേണ്ട ലെവലിൽ നിൽക്കണം. ബാലൻസ്ഡ് ക്രിസ്ത്യൻ ലൈഫ്. ഇന്നത്തെ ഒത്തിരി ഉയർച്ച ഇതൊന്നുമല്ല. അയ്യോ, കണ്ടാ ദേഷ്യം വരും. കാണാതിരിക്കുന്ന ദേഷ്യം വരാതിരിക്കുന്ന നല്ലത്. എന്തോ ഇന്നത്തെ ഉണർവൊക്കെ. അതിന് പുറകെ ഓടാൻ ഒത്തിരി പേരുണ്ട്. കയറി കെട്ടിയൊക്കെ പിടിക്കുമല്ലോ, ഇങ്ങോട്ട് പോയിട്ടൊന്നും പറഞ്ഞു പിടിക്കേണ്ടതിനോട്ട് പിടിക്കുന്നുമില്ല. അതാ പറഞ്ഞു. ലോത്ത് അവസാനം പട്ടണ വാതിക്ക വരെ എത്തി. എന്താ പട്ടണ വാതിൽ? അകത്തേക്ക് കാണണം, പുറത്തേക്ക് കാണണം, എല്ലാത്തിലും ഉണ്ട് പുള്ളി. അകത്താണെങ്കിൽ അകത്തുകൊണ്ട്, പുറത്താണെങ്കിൽ പുറത്തുമുണ്ട്. ആരും മിണ്ടുന്നില്ലല്ലോ. എനിക്ക് കർത്തമേശ നടത്തണം. പുള്ളി ആമേൻ കൂടുതൽ പറയുന്നത് പെട്ടെന്ന് നിർത്താനാ. ഹല്ലേലൂയ. കാരണം അടുത്ത പുള്ളിയുടെ സെഷനാണേ, അതാണ്. ഹല്ലേലൂയ. അവസാനം ദൈവം പ്രയാസേന രക്ഷപ്പെടുന്ന കൊണ്ടാൽ രക്ഷപ്പെട്ടു. അതെ അതെ, കാരണം നീതിമാനായ ലോത്തല്ലയോ? അല്ല, അതെ അതെ, അത് വരുന്നേ ഉള്ളൂ. വല വരുന്നേ ഉള്ളൂ. ദൈവം പറഞ്ഞു സാരമില്ല, പോട്ടെ. നീ പറഞ്ഞിട്ട് ഒരു കുഞ്ഞുങ്ങൾ നിന്റെ മക്കൾ പോലും കേട്ടില്ല. അവർക്ക് പോലും അച്ചായം പറയുന്നത് എന്താ കാര്യം? ഗൗരവം ഒന്നും പറയാറില്ല, എപ്പോഴും കളിയാ പറയാറുള്ളൂ. പൊട്ടച്ചലും കളിവാക്കും അധികം പറയരുതേ, ആത്മീയത്തിന്റെ ഗൗരവം പോവും. ആറ് സ്വതന്ത്രം പറഞ്ഞില്ലല്ലോ.
ഹല്ലേലൂയ. മക്കളെ, ദൂതമെന്ന് പറഞ്ഞു. കളി പോലെ തോന്നി. ഇതേത് സീരിയലില്ല ഭാഷ അച്ചായൻ ചോദിച്ചു കാണും. യാഥാർത്ഥ്യം മനസ്സിലായില്ല. സാരമില്ല, നീ ആ മലയ്ക്ക് ഓടിക്കോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് പൂർത്തീകരിക്കാൻ ദൈവശക്തി തരും. അത് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നിന്നോടൊരു കാര്യം ദൈവം പറഞ്ഞാൽ എല്ലാവരും മാറി നിന്നാലും പറഞ്ഞവൻ മാറത്തില്ല. 47 വർഷത്തോളമായി ശുശ്രൂഷയിലായിട്ട് ആരംഭത്തിൽ ഒത്തിരി പേര് കൂടെ നിന്നു. അവസാനം ഒന്ന് കാണണമെന്ന് പറഞ്ഞ് മാറിപ്പോയ അനേകരുമുണ്ട്. കൃപ ഇന്നും നഷ്ടപ്പെട്ടിട്ടില്ല. വിളിച്ചവൻ വിശ്വസനായതുകൊണ്ടാ. കൃപയാൽ സ്വതന്ത്രം. അങ്ങോട്ട് പോകാൻ പറഞ്ഞു. എന്നാലെങ്കിലും കേട്ടാ പോരായോ? ഒരു കളിപ്പീര് പറ്റി. ഇതൊന്നും വേണ്ടായിരുന്നു. ഈ ആവശ്യമില്ലാത്തൊന്നും കാണത്തു. ഇന്നത്തെക്കാളും വലിയ പ്രശ്നമാണ് അന്ന്. അറിയാമല്ലോ നിങ്ങൾക്ക്. പോട്ടെ, ദൈവമല്ലേ പറഞ്ഞ മലയ്ക്ക് പോവാൻ. ദൈവത്തോട് പറയാണ്, എന്നെ കൊണ്ട് നിനക്കറിയത്തില്ല, ഞാൻ ഇച്ചിരി പ്രായമൊക്കെ ആയി, മുട്ടയിലും വേദനയുണ്ട്. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞോ. ഇന്നലെ എഴുന്നേറ്റപ്പം വീഴായി നന്നായി പോയി. ഞാൻ ജയ്സനെങ്കിൽ നോക്കിയാൽ കയറി പിടിക്കാൻ നിൽക്കുകയാണെന്ന് ചോദിച്ചാൽ അയാൾ വീണില്ല, അതുകൊണ്ട് പിടിച്ചില്ല. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞു. സ്തോത്രം. അതുകൊണ്ട് എനിക്ക് ഓടാൻ വയ്യ അങ്ങോട്ട്. പിന്നെ എങ്ങോട്ട് പോകണം? പിന്നെയും പട്ടണം. ഒന്ന് പോയത് മതിയായില്ലയോ? നിങ്ങൾ ദൂത് മനസ്സിലാക്കുന്നുണ്ടോ? ദൈവം തരുന്ന ചാൻസ് നഷ്ടപ്പെടുത്തരുത്. എപ്പോഴും ദൈവാത്മാവ് വാദിച്ചുകൊണ്ടിരിക്കുമെന്ന് വിചാരിക്കരുത്. ഇന്ന് ആലയത്തിൽ വരാൻ ആരോഗ്യമുണ്ടെങ്കിൽ നാളെ ഉണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കരുത്. സ്വന്തം പറയാമോ? രാവിലെ നടക്കാൻ പോയി, തിരിച്ചു വന്നില്ല. രാത്രി കിടന്നുറങ്ങി, രാവിലെ എഴുന്നേറ്റില്ല. ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ വണ്ടി നിന്നുപോയി. നാം ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. ഒരു സ്വതന്ത്രം പറയണേ. സമയം തക്കത്തിൽ ഉപയോഗിക്കാതെ ബൈബിൾ വാക്യം. ഇത് ബാക്കി പറയാമോ? ദുഷ്കാരമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഓടിക്കോ പറ്റത്തില്ല, എനിക്ക് ഈ പട്ടണം. സംഭവിച്ചെന്തുവാ? ഞാൻ ഒരു കാര്യം പറയട്ടെ, എത്ര ദൂരം ഓടണമെന്ന് എനിക്കറിയത്തില്ല, അവനറിയാം. നിന്റെ അഭിപ്രായമൊന്നും ദൈവത്തിന് വേണ്ട. ഒരു നല്ല സ്വതന്ത്രം പറയാമോ? ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ സാധാരണ പറയുന്ന ഒരു ഫ്രേസാ, മനുഷ്യൻ അഭിപ്രായം പറയും, ദൈവം ആലോചന പറയും. 1000 അഭിപ്രായങ്ങളെക്കാൾ ഒരാലോചനയ്ക്കാവല. നിന്റെ ജീവിതത്തിന്റെ സാഹചര്യം അറിഞ്ഞ് നിന്നെ തൊട്ട് സംസാരിക്കുന്ന ദൈവാലോചന അത് ഏറ്റെടുത്താൽ മതി. ഈ കാലുകൾക്ക് ദൈവം ബലം തരും. എവിടെ വരെ പോകാൻ? എത്തേണ്ടിയടുത്ത് വരെ എത്താൻ. എനിക്കറിയത്തില്ല ദൈവം പറഞ്ഞ മലയുടെ ദൂരം എന്താന്ന്. പക്ഷെ ഒരു കാര്യം, പറഞ്ഞവനാരാന്നറിയാം. നിനക്ക് വയ്യെന്നും അടുത്തുള്ളിടത്തേക്ക് പോകാമെന്ന് പറയാൻ ദൈവം നിന്നെ അനുവദിക്കുന്നില്ല. ഓക്കെ, അവിടെ ഒരു വാക്ക് ചെയ്തോണ്ട് ഞാനത് പ്രസംഗിക്കുന്നത് വേറൊരു രീതിയിലാണ്. എങ്ങനെ വേണം പ്രസംഗിക്കാം? നീ അവിടെ ചെന്നെത്തുന്നത് വരെ എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഒരു പക്ഷേ നീ ചെന്നിട്ട് ഞാൻ ഗന്ധകം അയക്കൂ എന്നുള്ളതായിരിക്കാം. പക്ഷെ ഞാനത് വ്യാഖ്യാനിക്കുന്നത് അങ്ങനെയല്ല. നിനക്കിഷ്ടപ്രകാരം വയ്ക്കോ,
ഞാൻ നിനക്ക് വേണ്ടി ഒന്നും ചെയ്യത്തില്ല. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? എന്താ തെറ്റില്ലെന്ന് പറയാൻ കാരണം അറിയാം? നമ്മുടെ ഇഷ്ടത്തിന് പോയാൽ വരുന്ന കോൺസിക്വൻസസ് നമ്മൾ തന്നെ ഫേസ് ചെയ്യണം. അതിനകത്ത് ദൈവീയതൊന്നും കൊണ്ടുവരരുത്. ദൈവ ഇഷ്ടത്തിൽ ചുവട് വെച്ചാൽ ദൈവം പിന്നെ ഹാൻഡിൽ ചെയ്യും. നമ്മൾക്ക് അറിവൊന്നും അവിടെ വേണ്ട. എന്ത് സംഭവിച്ചു? മോവാബ്യർ, അമ്മോന്യർ, 2 ജാതി മക്കളാൽ അപമാനിക്കപ്പെട്ടു. 2 ജാതി. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ നിന്റെ ഇഷ്ടമെന്ന് പറഞ്ഞവരായി ഇവരൊക്കെ. സ്വന്തം ഹിതത്തിന് മുൻപോട്ട് പോയാൽ, ഒരു സ്വതന്ത്രം പറയണേ, ദൈവജനത്തിന് എതിരായി നിൽക്കുന്ന 2 ജാതി. ഇന്നും ഇത്രയേ ഉള്ളൂ സമയം. ഞാൻ എൻ്റെ വാക്ക് ചോദിക്കാൻ 10:30 ഇനി 4 മെച്ചമുണ്ട്. ഇന്നത്തേക്ക് ധാരാളമുണ്ട്. ഒരാൾ പറയാം, ഗുരുവിൻ്റെ കൂടെ നടന്നവനാ, ഈ ഗുരുവിനെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യവും ഇല്ലെന്ന് വിചാരിച്ചവനാ. പക്ഷേ ഈ പലപ്പോഴും പലരും ദൈവ വഴിവിട്ടു പോകുന്നത് ഭൗതികമാണ്. അതിനൊരു നല്ല സ്വന്തം ആരും പറഞ്ഞില്ല. പട്ടിണിയും ഒക്കെ ആണെങ്കിൽ കൂടുതൽ ദൈവത്തെ വിളിക്കും. ആരാധന മുടക്കത്തില്ല. 7, 8, 15 മൈലൊക്കെ നടന്നുപോയി ആരാധിച്ച തലമുറകളെ പിടിക്കുന്നത്. ഒരു നല്ല സ്വന്തം പറയാം, ദൈവം സാഹചര്യം മാറ്റിയ ദൈവത്തിനായിരിക്കട്ടെ മഹത്വം മുഴുവൻ. 30 കാശ് ഒരു ജീവിതം 30 വെള്ളിക്കാശിന് അവസാനിച്ചു. ആരാ? അവനാ ലിമിറ്റ് വെച്ചത് അവന്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, അപ്പോസ്തല പ്രവൃത്തി കഴിഞ്ഞിട്ട് സുവിശേഷങ്ങളിലെ ലേഖനങ്ങൾക്ക് വരുമ്പോൾ ദൈവം എടുത്ത് ഉപയോഗിച്ച ശിഷ്യന്മാരെയാ. യേശു കണ്ട ഒരു രോഗിയെ പോലും യേശു സൗഖ്യമാകാതെ ഒരു പത്രോസിന് വേണ്ടി വിട്ടു പോയി. സുന്ദരമായ ഗോപുരവാതിൽക്കൽ നിൽക്കുന്ന ആ ജന്മന മുടന്തനായവന് യേശു കണ്ടില്ലേ? കണ്ടു കാണും. പക്ഷേ അവന്റെ നാമത്തിലെ ശക്തി വെളിപ്പെടുന്ന പത്രോസും യോഹന്നാനും വരുന്നു. അവന് വേണ്ടി ആ രോഗിയെ വിട്ടു പോയി. പക്ഷെ ഇവിടെയെങ്കും യൂദയുടെ പേരില്ല. അവനും വേണമെങ്കിൽ ഒരു ലേഖനം എഴുതാമായിരുന്നു. അവന്റെ ചോയ്സ്, അവൻ വെച്ച അതിർത്തിയ. അത് 30 കാശിൽ. നിന്റെ ഭൗതികം കൊണ്ട് നീ ആത്മീയത്തിന് അതിര് വെക്കരുത്. ജോലി കർത്താവ് തന്നാണെങ്കിൽ ജോലിയേക്കാൾ ഇമ്പോർട്ടന്റ് ആത്മാവുള്ള ആരാധനയാണ്. ഒരു നല്ല സ്വതന്ത്രം പറയാമോ? കർണാടക ദൈവഭക്തി ഗ്രഹിക്കുക.